സൂപ്പർ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ചെറിയ ഹോട്ടലില് ഷെഫായിട്ട് ഇരിക്കുന്നത്? ഉടനെ തന്നെ നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് ആരംഭിക്കണം. ആന്റി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നന്ദിയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഒരേ ഒരു മകളാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ റെസ്റ്റോറന്റ് ഒക്കെ ആരംഭിച്ചിട്ട് അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ആന്റി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമെന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും അവിടെ ഇരിക്കട്ടെ ചെക്ക്, എന്തായാലും ശ്രീകാന്തിന് ജോലി തിരക്കുണ്ടാകും, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങ് പോവാണ്. ആന്റി ആന്റി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിക്കുന്നുണ്ടെങ്കിലും കേൾക്കാത്ത മട്ടില് ചെക്ക് കൊടുത്തിട്ട് മഹിമ അവിടുന്ന് പോവാണ്. ശ്രീകാന്തിന് ചെക്ക് കൊടുത്തു പോകുന്നത് ശ്രീകാന്തിന്റെ ഫ്രണ്ട് കണ്ടുകൊണ്ട് തന്നെ, ആഹാ നീ കൊള്ളാലോടാ, നീ ഭയങ്കര ഭാഗ്യവാനാണ്, നിനക്ക് റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മായിപ്പം പണം കൊടുത്ത് വിട്ടത് കണ്ടില്ലെന്ന് ചോദിക്കുമ്പോ, ഇതേ സ്ത്രീധനം വാങ്ങുന്നത് പോലെയാണ്, ഇതിനേക്കാളും വലിയ നാറിയ ഒരു പരിപാടി വേറെയില്ല, എല്ലാത്തിനും ആ വർഷയെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ചെക്കും മേടിച്ചിട്ട് വർഷയെ കാണാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണേ. ശ്രീകാന്ത് വരുന്ന സമയത്ത് നമ്മുടെ വർഷ ഡബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വർഷ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് സംസാരിച്ചോളാം, ഹസ്ബൻഡ് അല്ലേ, അവനവിടെ വെയിറ്റ് ചെയ്തോളൂ എന്നുള്ള കാര്യം. പക്ഷെ ശ്രീകാന്ത് കലിപ്പിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വർഷയ്ക്ക് അറിയില്ലല്ലോ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിലേക്ക് അങ്ങ് കയറിയിട്ട് ആ ചെക്ക് വർഷയുടെ മേലേക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അത് എന്താണെന്നുള്ള കാര്യം വർഷ എടുത്തു നോക്കുന്നുണ്ട്. അപ്പോഴാണ് ചെക്ക് എന്ന് മനസ്സിലാവുന്നത്. അച്ഛന്റെ ചെക്ക് ലീഫ് ആണല്ലോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആള് പുറകെ ചെല്ലുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ വേണ്ടി പറയുകയാണേ. എന്താ ശ്രീകാന്ത് ഇതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയില്ലേ നിന്റെ അച്ഛന്റെ സ്ത്രീധനാണെന്നുള്ള കാര്യം പറയുകയാണേ. നിനക്ക് വർഷം എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ലേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിൽ പറയരുത് എന്നുള്ള കാര്യം, നിനക്ക് കുറച്ചു പോലും അറിവില്ല എന്ന് ചോദിക്കുമ്പോൾ, നീയാണ് ശ്രീകാന്ത് ഇപ്പോ അറിവില്ലാതെ സംസാരിക്കുന്നത്, ആദ്യം എന്താ നടന്നെന്നുള്ള കാര്യം പറ. നിന്റെ അമ്മ എന്നെ കുറിച്ചിട്ട് എന്താണ് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? നിന്റെ അടുത്ത് പണം വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ? റെസ്റ്റോറന്റ് ആരംഭിക്കാനുള്ള പേരും പറഞ്ഞിട്ട് ബ്ലാങ്ക് ചെക്ക് തന്നിട്ട് പോകുന്നു. ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ചോദിച്ചപ്പോ ആദ്യം ശ്രീകാന്ത് റെസ്റ്റോറന്റ് ആരംഭിക്കട്ടെ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോ ചിലപ്പോ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ ഹെൽപ്പ് വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആദ്യം നീ എന്തിനാ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞത്? അതിനിപ്പോ എന്താ ശ്രീകാന്ത്, എന്തായാലും റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ് വേണ്ടേ, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പോലും കാശ് മേടിക്കരുതെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പിന്നെ കാശ് മേടിക്കോ? വാങ്ങിയാലും ശ്രീകാന്ത് എന്താ പ്രശ്നം? നിന്റെ ഏട്ടൻ ഷോറൂം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചേച്ചിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നല്ലേ പണം മേടിച്ചത്, അവൻ വാങ്ങും, പക്ഷെ അതിലൊന്നും എന്നെ കിട്ടില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ ലോൺ ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം. അത് കിട്ടോ ഇല്ലോ എന്നുള്ള കാര്യം അറിയില്ലെന്ന് വർഷ പറയുന്നത് കേട്ട ഉടനെ തന്നെ, അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്, അത് നീ എന്തിനാണ് നിന്റെ വീട്ടിൽ പറയാൻ വേണ്ടി പോയത്? നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തേക്ക് നേരെ കയറി വന്നിട്ട് ചെക്ക് തന്നിട്ട് അവരുടെ പാട്ടിന് ഇറങ്ങി പോകുന്നു എന്ന് കരുതിട്ട് ശ്രീകാന്ത്, ഞാൻ ജോലി ചെയ്യുന്ന ഇടത്തേക്ക് നീ കയറി വന്നിട്ട് നിന്റെ തോന്നിയ പോലെ കാണിക്കും. നിന്റെ അടുത്ത് ചെക്ക് തന്നത് ആരാണോ അവരുടെ അടുത്ത് പോയി ചോദിക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് എന്റെ അടുത്തേക്കാണോ വരേണ്ടത്? നീയല്ലേ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് അയച്ചത്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാൻ ഒരിക്കലും കാശിന്റെ കാര്യത്തെക്കുറിച്ച് അവരുടെ അടുത്ത് സംസാരിക്കാറില്ലേ. എന്റെ ചെലവിന് തന്നെ ഞാൻ കാശ് ചോദിക്കാറില്ല. പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് കാശ് ചോദിക്കുമോ? നിന്നെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും അവര് ബ്ലാങ്ക് ചെക്ക് കൊണ്ട് തന്നിട്ടുണ്ടാവുക. നിനക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തോ, ഇല്ലെങ്കിൽ അത് കീറിക്കളാ. വെറുതെ ഇവിടെ വന്നിട്ട് ഒച്ച എടുക്കാൻ നിൽക്കണ്ട. ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന ഇടത്തേക്ക് വന്നിട്ട് ഒരു തവണയും കൂടി ഇതുപോലത്തെ സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ കലിപ്പിൽ കയറി പോവാണേ. അത് കഴിഞ്ഞിട്ട് ആദ്യമാണ് കേട്ടോ കാണിക്കുന്നത്. പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ അമ്മ വരുന്നത് നോക്കിയിട്ട് വഴിയെ തന്നെ നിൽക്കുവാണ് കേട്ടോ ആദ്യം. അമ്മമ്മ ഒരുപാട് പറയുന്നുണ്ട്, വാ മോനെ ഉള്ളിൽ വെയിറ്റ് ചെയ്യും, അമ്മ എന്തായാലും വരുന്നു. ഇല്ല, അമ്മ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ആള് അവിടെ വാശി പിടിച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ഓടി ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുവാണേ. അതും അമ്മ വന്ന സന്തോഷത്തിലാണ് ആള്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം ചെന്ന് ആദ്യം കെട്ടിപ്പിടിച്ചും കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. വാ കല്യാണി, ഞാൻ വിചാരിച്ചു നീ ഇന്ന് വരില്ല എന്നുള്ള കാര്യം. അതെങ്ങനെയാ അമ്മേ, എന്റെ മകന്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി പോകുന്നത്. അവർ രണ്ടുപേരുടെയും സന്തോഷം കാണുമ്പോൾ വിമലയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഉള്ളിലേക്ക് കയറി വന്നിരിക്കുന്ന ശ്രുതിയുടെ അടുത്ത് ആദ്യം പറയുന്നത്, അമ്മേ ഇന്ന് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും, അവരുടെ അടുത്തൊക്കെ അമ്മയാണ് എന്റെ അമ്മ എന്നുള്ള കാര്യം ഞാൻ പറയും. അവന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വല്ലാതെ കളിയാക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതാണിടാ എന്റെ അമ്മ എന്നുള്ള കാര്യം പറയുന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി മൊത്തം അവന് നിന്നെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിക്കാനുണ്ടായിരുന്നത്. ഇപ്പോ നീ വരുന്നത് വരെ വാതിക്കല് നിന്നെയും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നൊക്കെ വിമലയും പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതി ആദ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം നീ ഇപ്പൊ ആരുടെടുത്തും പറയരുത്. അതെന്താ അമ്മേ, ഇപ്പൊ അതിനുള്ള സമയമല്ല,
അങ്ങനെയാണെങ്കിൽ ഒരു 1 അവർ കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ എന്ന് ആദ്യം ചോദിക്കുമ്പോ, അല്ല മോനെ, ഞാനാണ് നിന്റെ അമ്മ എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് വരെ നീ ആരോടും പറയരുത്, മനസ്സിലായോ? പിന്നെ അത് അമ്മയ്ക്ക് വലിയ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇല്ല അമ്മേ ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട്. ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതി. അത് കഴിഞ്ഞ് ആദ്യക്ക് മേടിച്ചിരിക്കുന്ന ഡ്രസ്സ് കൊടുക്കുവാണ്. ഇഷ്ടമായോന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമായി, ഞാൻ പോയിട്ട് ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യ റൂമിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് വിമല ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി അവൻ നീയാണ് അമ്മ എന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപാട് സന്തോഷത്തിലാണ്. എപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിന്നെ കുറിച്ച് മാത്രമേ അവന് പറയാനുള്ളൂ. ഞാൻ വലുതായി പഠിച്ച് വലിയ ആളായിട്ട് അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കും ഇത് മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറയും. പക്ഷേ നിന്റെ കൂടെ അവന് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കല്ലേ, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് അവന്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്? നിന്റെ കല്യാണത്തെക്കുറിച്ച് അവൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ എപ്പോഴാ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും കല്യാണി എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്? എപ്പോഴാണ് നീ വീട്ടില് സത്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പോകുന്നത്? അമ്മ എന്താ എപ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യത്തെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിലാണുള്ളത്. സുധിയുടെ കണ്ണും വെടിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നറിയോ? എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണി വീണ്ടും ഈ സത്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്നുള്ള കാര്യം നീ ഒന്ന് മനസ്സിലാക്കി കല്യാണി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അമ്മയുടെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ ശ്രുതി. ശരി, ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കല്യാണി, ഒരുപാട് നാള് ഇതൊന്നും മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. നീ ഇരിക്കും, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ വിമല. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഓടി വരുന്നുണ്ട്. അമ്മേ നന്നായിട്ടുണ്ടോ? ഞാൻ ഇട്ടതാന്ന് പറയുമ്പോ സൂപ്പർ ആയിട്ടുണ്ടടാ. എന്നിട്ട് ആദ്യേ ടേബിളിന് മേലെ കയറ്റി നിർത്തിയിട്ട് ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മേ കേക്ക് വന്നോ എന്നുള്ള കാര്യം. അവര് തന്നിട്ട് പോയിട്ടുണ്ട്, ഞാൻ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മമ്മേ ചോക്ലേറ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോ ചോക്ലേറ്റ് അല്ലടാ കേക്ക് എന്ന് പറയാണേ. അയ്യോ, ചോക്ലേറ്റ് ഫ്ലേവർ ആണോ എന്നുള്ള കാര്യമാണ് അമ്മമ്മ ഞാൻ ചോദിച്ചത്. എടാ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, നിന്റെ അമ്മ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ അവരിവിടെ തന്നു പോയിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ആദ്യ എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് ഉമ്മയൊക്കെ കൊടുക്കുവാണ് ശ്രുതി. അപ്പോഴേക്കും ആദ്യയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ അവരുടെ അമ്മമാരും ഉണ്ട് കേട്ടോ, ഒക്കെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. വന്ന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യക്ക്. അതേസമയം ശ്രുതിയുമായിട്ട് അമ്മമാര് സംസാരിക്കുകയാണ്. ഒരുപാട് നാളായല്ലോ കല്യാണി നിന്നെ കണ്ടിട്ട്, നിനക്ക് വിമല ചേച്ചിയും മോനെ കൂടെ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരിവിടെ തനിയല്ലേ, നമ്മുടെ നാട് ഇതല്ലേ, നമുക്ക് ഇത് വിട്ടിട്ട് വേറെ എങ്ങോട്ട് പോകാനെന്നൊക്കെ വിമലയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയാണ്. ആദ്യയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദി നിനക്ക് ഈ ഡ്രസ്സ് ആര് മേടിച്ചു തന്നാന്ന്? ആദ്യം അമ്മ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ശ്രുതി നോക്കുന്നത്. ഉടനെ തന്നെ എന്റെ ആന്റി മേടിച്ചു തന്നാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമൊക്കെ വിരിയുന്നുണ്ട്. നീ ഈ ഡ്രസ്സ് സ്കൂളിൽ ഇട്ടിട്ട് വരുമോ എന്നുള്ള കാര്യം ആദ്യം അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ട് വരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ എല്ലാവരും വന്നതുകൊണ്ട് തന്നെ ഇനി കേക്ക് കട്ട് ചെയ്യാല്ലേ കല്യാണി എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാൻ പോയിട്ട് എല്ലാം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ചോക്ലേറ്റും കേക്കും എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഓരോ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേ കറക്റ്റ് സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി വരുന്നത്. അവർക്ക് പിറന്നാളാന്നുള്ള കാര്യമൊന്നും അറിയില്ല. സച്ചി രേവതിക്ക് സാരി മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡ്രസ്സ് കണ്ടപ്പോൾ മേടിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് പിറന്നാൾ ദിവസം തന്നെയാണ് കേട്ടോ അവർ വന്നിരിക്കുന്നത്. ആദ്യം കളിച്ച് ബലൂണൊക്കെ ആയിട്ട് കളിച്ച് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കാണുന്നത്. ആദ്യം ഒന്ന് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ ആദ്യം കോട്ടും സൂട്ടിലൊക്കെ ആണല്ലോ ഉള്ളത്, അങ്കിളിന് സുഖാണെന്നൊക്കെ ആദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇവരുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും വിമലയോ ആകെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുവാണേ. അല്ല ആദി, ഇന്നെന്താ നീ കോട്ടും സൂട്ടൊക്കെ ഇട്ടിരിക്കുന്നത്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം ആദ്യം പറയുമ്പോ നമ്മൾ കറക്റ്റ് ദിവസം തന്നെയാണല്ലോ വന്നിരിക്കുന്നത് സച്ചിൻ പറയുന്നുണ്ട്. ഇവരുടെ ശബ്ദം കേട്ടിട്ട് വിമല ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. അത് കണ്ട് ശ്രുതിയും വന്ന് നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരെയും കാണുന്നത്. ശ്രുതി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണേ. അങ്ങനെ വിമലയും അവരുടെ അരികിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട് ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം. അല്ല രേവതി, സച്ചി കയറി വാ, നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഞങ്ങള് ആദ്യം കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് അവന്റെ പിറന്നാളാണല്ലേ? അതെ, പിറന്നാളായതുകൊണ്ട് എല്ലാവരും വിളിച്ച് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. ഞങ്ങള് കറക്റ്റ് ദിവസം തന്നെ വന്നല്ലോ. ഞാന് ഒരു ദൂരെ ട്രിപ്പ് പോയ സമയത്ത് രേവതിക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയപ്പോഴാണ് അവിടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കണ്ടത്. ഉടനെ തന്നെ എനിക്ക് ആദ്യമാണ് ഓർമ്മ വന്നത്. അവന് കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മേടിച്ചു വന്നതാണ്. ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, അതുകൊണ്ടൊന്ന് കണ്ട് ഈ ഡ്രസ്സൊക്കെ തന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ശരി വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിമല അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നൊക്കെ ഉണ്ട്. അവരെ മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ആദ്യം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവന് ഇഷ്ടമായി എന്നൊക്കെ പറയാണേ. രേവതി, നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വന്നത്, കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണെങ്കിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്.
വിമലയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയാതെ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കുവാണേ അവൾ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആദ്യയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വന്നതാണല്ലോ, പക്ഷെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് പോലെ പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുവാണ്. ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മ എവിടെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല, അവൻ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞ് ഞാൻ പോയിട്ട് കത്തിയെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിമല അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് കേക്കിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അടുക്കളയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ ഞാൻ വരുന്നില്ല, എല്ലാം നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ചെയ്തോന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതി പറയാണ്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഓൾറെഡി കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകൾ എവിടെ പോയിന്ന് ചോദിക്കുന്നുണ്ട്. അവൾ വരും, നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. പക്ഷെ അപ്പോഴും ആദ്യയുടെ മുഖത്തൊരു സന്തോഷമില്ല. നീ എന്താണ് മുഖം ഇങ്ങനെ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ. പിറന്നാൾ ദിവസം ആകുമ്പോൾ നീ സന്തോഷമായിട്ട് ഇരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദ്യം അമ്മ എന്ന് പറയുന്നുണ്ട്. അല്ലല്ല ആന്റി എന്നിങ്ങനെ പറയാണേ. അപ്പോഴേക്കും സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെ തോന്നുന്നുണ്ട്. ആന്റി നിങ്ങളൊന്ന് പുറത്തേക്ക് വരുമോ, നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് സച്ചി പറയാണേ. അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുവാണ്. സച്ചിയും രേവതിയും വിമലയും കൂടി പുറത്തു പോവാണേ. ആദ്യം ഒപ്പം തന്നെ ഉണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും അതിനെ ചേർന്ന് തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ സച്ചി വിളിച്ചതെന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോ ആദ്യം എന്താണ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം. സച്ചി നീ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അവന്റെ ആന്റിയെ ഓർമ്മ വരുന്നു, അതുകൊണ്ടാണ് അവന്റെ മുഖം ഇങ്ങനെ വിഷമത്തിലിരിക്കുന്നത്. അത് ശരിയാണ്, അവൾക്കെങ്കിലും ഒന്ന് വന്നൂടായിരുന്നു ആന്റി എന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. അവൾക്ക് ജോലി തിരക്കുണ്ട് അതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും എന്താ ആന്റി നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾ ഇവിടെ തനിയെ വിട്ടിട്ട് അവൾ അവിടെ പോയിട്ട് എന്ത് സമ്പാദിച്ചിട്ടും എന്ത് കാര്യമുള്ളത്. ആദ്യക്കാണെന്നുണ്ടെങ്കിൽ അമ്മയില്ല, അവന്റെ ആന്റിയല്ലേ അവൻ അമ്മയെ പോലെ കാണുന്നത്, അവളെങ്കിലും അറ്റ്ലീസ്റ്റ് വരേണ്ടതായിരുന്നു. ഇല്ല രേവതി, അവളെ കൊണ്ട് വരാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ എന്ത് സിറ്റുവേഷൻ ആണെന്ന് സച്ചി ചോദിക്കുമ്പോ അവള് ഒരു ദിവസം വരും എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഫോൺ ചെയ്യൂ, ഞാൻ അവളടുത്ത് സംസാരിക്കാന്ന് പറയുമ്പോ വേണ്ട സച്ചി അതിനൊന്നും ആവശ്യമില്ല, അന്ന് ആദ്യക്ക് കണ്ണിന് അടിപൊട്ടിയ സമയത്തും അവൾ വന്നില്ല, ഇപ്പോഴും വന്നില്ല. എന്തായാലും നിങ്ങളല്ലാതെ വേറൊരാൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങളെ ഫോൺ ചെയ്തതാ, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയുടെ സംസാരിക്കേണ്ട, സച്ചിയുടെ സംസാരിക്കുമ്പോൾ കുറച്ച് കയർത്ത് സംസാരിക്കും, പിന്നീടും അവൾക്ക് ദേഷ്യം കൂടത്തേയുള്ളൂ. അതുകൊണ്ട് ആന്റി എനിക്ക് ഫോൺ ചെയ്തെന്നുള്ളൂ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ വിമല ആകെ പെട്ടിരിക്കുകയാണല്ലോ, നമുക്ക് അതിനെ കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം, വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞ് അവരെ വിളിക്കുമ്പോൾ നിക്ക്, ഈ വയസ്സിൽ അവന്റെ മനസ്സ് എന്തോരം വിഷമിക്കും ആരും ഇല്ലാത്തതുപോലെ തോന്നിക്കഴിഞ്ഞാൽ എന്നുള്ള കഷ്ടത്തെക്കുറിച്ച് എനിക്ക് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് സച്ചി വീണ്ടും വിളിക്കാൻ വേണ്ടി പറയാണേ. ആന്റി നിങ്ങൾ ഫോൺ ചെയ്ത് തരൂ, ഞാൻ അവളുടെ അടുത്ത് പക്വതയോടുകൂടി സംസാരിക്കാന്ന് പറയാണേ. പക്ഷെ അവള് വരില്ല എന്നുള്ള കാര്യമാണ് വിമല പറയുന്നത്. അത് കേട്ടിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട് രേവതി. അവൾക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല. അതെന്താണ്, സ്വന്തം അമ്മയെയും ചേട്ടന്റെ മകനെയും കാണാൻ വേണ്ടി വരുന്നത് അവൾക്ക് ഇഷ്ടമല്ലേ? അത് കേട്ടിട്ട് വിമലയ്ക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ മകളുടെ മകൻ തന്നെയാണ് എന്നുള്ള കാര്യം. ഇത് കേട്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. ആന്റി നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, അപ്പോ നിങ്ങളുടെ മകളുടെ മകൻ തന്നെയാണോ ആദി? അതേന്ന് വിമല പറഞ്ഞു കേട്ടോണ്ട് തന്നെ പിന്നെ എന്തിനാണ് ആന്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവനെ വളർത്തുന്നത്? അവൾ അങ്ങനെയാണ് അവന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതെന്തൊരു അന്യായമാണ്, സ്വന്തം മകനെ ആന്റി എന്ന് നിങ്ങളെ മകള് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതെന്താ ആന്റി അങ്ങനെ എന്നുള്ള കാര്യം രേവതിയും ചോദിക്കുന്നുണ്ട്. എല്ലാം താൻ കാരണമാണ്. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കടം ഉണ്ടായിരുന്നു. അപ്പോ എന്റെ മകൾക്ക് 19 വയസ്സുണ്ടാകും. ഒരു പണക്കാരൻ അവളെ പെണ്ണ് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്റെ മകളെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ വഴി അറിയാത്തത് കൊണ്ട് തന്നെ അവളെ ഞാൻ നിർബന്ധിച്ചിട്ട് അയാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോ ആദിയുടെ അച്ഛനോ എന്ന് രേവതി ചോദിക്കുമ്പോ ആദി പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അയാൾക്ക് സുഖമില്ലാതെ മരിച്ചു. അങ്ങനെ കല്യാണിയെ കുറിച്ചിട്ട് നമ്മുടെ ശ്രുതിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സച്ചിയുടെ അടുത്തും അതുപോലെ തന്നെ രേവതിയുടെ അടുത്തും വിമല തുറന്നു പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് അവരുടെ അടുത്തേക്ക് പോകാനും പറ്റില്ല. പക്ഷെ ഭദ്രകാളിയെ പോലെ ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്